പ്രവാസി ക്ഷേമനിധിയിൽ അംഗത്വമെടുത്ത് അംശദായമടയ്ക്കാൻ എല്ലാ പ്രവാസികളും ശ്രദ്ധിക്കണമെന്ന് പ്രവാസി ക്ഷേമം സംബന്ധിച്ച നിയമസഭാ സമിതിയുടെ അധ്യക്ഷൻ AC മൊയ്തീൻ MLA പറഞ്ഞു. സംഘടനകളിലെ അംഗങ്ങളെല്ലാം പ്രവാസി ക്ഷേമ സമിതിയിൽ അംഗങ്ങളാണെന്ന് സംഘടനകൾ ഉറപ്പുവരുത്തണം. പ്രവാസികൾക്ക് അംഗത്വം നൽകുന്ന സംഘടനകൾ അംഗത്വത്തിനുള്ള അപേക്ഷ കൂടി പൂരിപ്പിച്ച് നൽകാൻ ശ്രദ്ധിക്കണം. പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാവാൻ അംഗത്വം അനിവാര്യമാണെന്നും AC മൊയ്തീൻ പറഞ്ഞു. മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പ്രവാസി ക്ഷേമം സംബന്ധിച്ച നിയമസഭാ സമിതിയുടെ സീറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രവാസ ക്ഷേമനിധി ബോർഡിന്റെ ഓഫീസ് മലപ്പുറം ജില്ലയിൽ തുറക്കണമെന്ന് പ്രവാസികളുടെ ആവശ്യം അനുഭവപൂർവ്വം പരിഗണിക്കാമെന്നും എല്ലാ ജില്ലയിലും ഓഫീസ് തുറക്കണമെന്നതാണ് സമിതിയുടെ കാഴ്ചപ്പാടെന്നും AC മൊയ്തീൻ പറഞ്ഞു. പ്രവാസികൾക്ക് വലിയ അംഗീകാരമാണ് ലോക കേരള സഭ എന്ന ആശയത്തിലൂടെ സംസ്ഥാന സർക്കാർ നൽകിയത്. വിദേശ മലയാളികളുടെ എണ്ണം സംബന്ധിച്ച വിവരശേഖരണം കുറ്റമറ്റതാക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി വിവരശേഖരണം നടത്താമെന്ന പ്രവാസി സംഘടനകളുടെ നിർദ്ദേശം നിയമസഭാ സമിതി പരിഗണിക്കും. പ്രവാസി സംരംഭകർക്ക് ബാങ്കുകൾ വായ്പ നിഷേധിക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ അത്തരം ബാങ്കുകൾക്കെതിരായ പരാതികൾ സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയിൽ ഉന്നയിക്കാമെന്നും AC മൊയ്തീൻ പറഞ്ഞു. നിയമസഭാ സമിതി അംഗങ്ങളായ ഡോക്ടർ KT ജലീൽ, ET ടൈസൺ, KN ഉണ്ണികൃഷ്ണൻ എന്നിവരും സിറ്റിംഗിൽ പങ്കെടുത്തു. നിയമസഭാ സെക്രട്ടേറിയറ്റ് നോർക്ക സമിതി അണ്ടർ സെക്രട്ടറി K ആനന്ദ്, അഡീഷണൽ SP ബിജുരാജ്, നോർക്ക റൂട്ട് സെന്റർ മാനേജർ C രവീന്ദ്രൻ, പ്രവാസി ക്ഷേമനിധി ബോർഡ് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ S നവാസ്, ജില്ലാ പ്രവാസി പരിഹാര സമിതി കൺവീനർ VK മുരളി എന്നിവർ സംസാരിച്ചു. കേരള പ്രവാസി സംഘം, പ്രവാസി ഫെഡറേഷൻ, പ്രവാസി ലീഗ്, പ്രവാസി കോൺഗ്രസ്, ഗൾഫ് മലയാളി കോർഡിനേഷൻ കമ്മിറ്റി, ഗ്ലോബൽ പ്രവാസി അസോസിയേഷൻ എന്നീ സംഘടനകളുടെ പ്രതിനിധികൾ പ്രവാസികൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ സമിതിയുടെ മുന്നിൽ അവതരിപ്പിച്ചു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ്, നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ്, വളാഞ്ചേരി, മലപ്പുറം. ഫോൺ നമ്പർ 04942084 010 7034 071111.